അത് വിശദമായ വാദം കേൾക്കുമ്പോഴേ തീർച്ചയായിട്ടും ഫൈനലായിട്ടൊരു തീരുമാനത്തിലെത്തൂ. കപിൽ സിബല് പ്രിലിമിനറി ആയിട്ട് വാദിച്ചത് മതപരമായിട്ടുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ 26 പറയുന്ന റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്, മൗലികാവകാശമാണ്. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഒരു ഒബ്സർവേഷനാണ് അത് ആർട്ടിക്കിൾ 25 പറയുന്നത് പോലുള്ള ഒരു മതസ്വാതന്ത്ര്യം എന്നതിലുപരി സെക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള അവകാശങ്ങളാണ്. അതിനകത്ത് റിലീജിയസ് നേച്ചർ ഉണ്ടാകാം, പിന്നെ ഇതില് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. ജസ്റ്റിസ് KV വിശ്വനാഥൻ പറഞ്ഞത് എൻഡോമെന്റ്, ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് സാദൃശ്യമുള്ളത്. അതുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴെന്താണ്, സ്റ്റേറ്റിന് നിയമങ്ങൾ പാസ്സാക്കാം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും ഒക്കെ ചില നിയമങ്ങൾ കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉദാഹരണത്തിന് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. അവിടെ സാധാരണ സംസ്ഥാനം നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളോ ഒക്കെ ബാധകമാണ്. ഒരു ട്രസ്റ്റ് നടത്തിക്കൊണ്ടു പോകുന്നു ഒരു റിലീജിയസ് ഡിനോമിനേഷൻ, അവർ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, പ്രോപ്പർട്ടി നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല. അപ്പൊ ഇതിനകത്ത് നിയമത്തിന്റെ പരിധി എവിടം വരെയാണ്? നിയമത്തില് ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ വഖഫ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അത് പൂർണ്ണമായിട്ടും അവകാശമുള്ള ഒരു പ്രോപ്പർട്ടി, അത് ദൈവത്തിന് സമർപ്പിച്ചത് എന്ന് പറയുന്നു. അതിനകത്ത് സ്റ്റേറ്റിന്റെ പ്രതിനിധി എന്തിനാണ് വഖഫ് ബോർഡില് എന്നുള്ള ഒരു ചോദ്യമാണ് കപിൽ സിബൽ ഉന്നയിച്ചത്. അതിൽ കോടതി പ്രഥമ ദൃഷ്ടിയ ഒരു മെറിറ്റ് കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു റിലീജിയസ് എൻഡോമെന്റിന്റെ കാര്യത്തിൽ, ഹിന്ദുക്കളുടെ ഒരു റിലീജിയസ് എൻഡോമെന്റിലാണെങ്കിൽ അത് മുസ്ലിങ്ങൾ വേണം എന്നൊരു നിയമം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിച്ചത്. മുസ്ലിങ്ങൾ അവരുടെ പൂർണ്ണമായിട്ടുള്ള അവകാശമുള്ള ഒരു പ്രോപ്പർട്ടി അള്ളാഹുവിന് ഡെഡിക്കേറ്റ് ചെയ്ത് അതിൽ എന്തെങ്കിലും സെക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിൽ എന്തുകൊണ്ടാണ് അമുസ്ലിങ്ങൾ വേണം എന്നുള്ള ഒരു നിബന്ധന എന്ന് കോടതി ചോദിച്ചു. അതിന്റെ സാങ്കത്യം കോടതിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു വകുപ്പിന്റെ ഓപ്പറേഷൻ സ്റ്റേ ചെയ്തിരിക്കുന്നത്. വകുപ്പിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ആക്ഷൻ എടുക്കാൻ പാടില്ല, പുതുതായിട്ട് ആളുകളെ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെ അഭിഭാഷകനെ കൊണ്ട് തന്നെ അത് കോടതിയിൽ അണ്ടർടേക്കിംഗ് കൊടുത്തു. ഇന്നിപ്പോൾ ഓർഡർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, സോളിസിറ്റർ ജനറൽ പറഞ്ഞിട്ടുണ്ട് പുതുതായിട്ടൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടാകില്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അസാധുവായിട്ട് കോടതിക്ക് പരിഗണിക്കാമെന്ന് പറയുന്നുണ്ട്. ആ ഒരു അണ്ടർടേക്കിംഗ് ഇന്നത്തെ വിധിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വിധി വന്നിരിക്കുന്നത്. ഇത് ഇടക്കാല ഉത്തരവാണ്. ഫൈനലായിട്ട് വാദം കേൾക്കുമ്പോൾ ഒരുപക്ഷെ കോടതി പറയുമായിരിക്കും ഇതിലെ അമുസ്ലിങ്ങൾ വേണമെന്നുള്ള ആ ഒരു നിബന്ധന ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാം. കാരണം എക്സ് ഒഫീഷ്യോ മെമ്പർ ചിലര് ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അതിൽ മെമ്പർ ആകുകയാണെങ്കിൽ അതിൽ തടസ്സമില്ല. അല്ലാതുള്ള മെമ്പേഴ്സ് മുസ്ലിങ്ങൾ മതി എന്ന് പറയാനുള്ള സാധ്യതയാണ് കൂടുതലും ഞാൻ കാണുന്നത്. ഇതുവരെയുള്ള കോടതിയുടെ ഒബ്സർവേഷൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ്.